ഡിയർ സ്റ്റുഡൻസ്, ലേൺ ടു വിൻ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ 18-19 തീയതികളിൽ കേറ്ററ്റ് കാറ്റഗറി 2, കാറ്റഗറി 3 എന്നിവയുടെ പരീക്ഷകൾ വരികയാണ്. അതിനു മുന്നോടിയായി കേറ്ററ്റ് കാറ്റഗറി 3യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏതാനും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ബാസിലസ് thuringiensis is used to control option A bacterial pathogens, option B fungal pathogens, option C nematodes, option D insect pest. ഈ ബാസിലസ് thuringiensis ഏതിനെയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയാണ് ബാസിലസ് thuringiensis കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻസെക്റ്റ് പെസ്റ്റിനെയാണ് ബാസിലസ് thuringiensis കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, സിയാനോ ബാക്ടീരിയ ആർ. സിയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഹെറ്ററോട്രോപ്സ്, ഓപ്ഷൻ ബി കീമോട്രോപ്സ്, ഓപ്ഷൻ സി ഓട്ടോട്രോപ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓർഗാനോട്രോപ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓട്ടോട്രോപ്സ്. Which one of the following is not a nitrogen fixing organism? താഴെ തന്നിരിക്കുന്നവയിൽ ഒരെണ്ണം നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം അല്ല എന്നാണ്. അവ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനബീന, ഓപ്ഷൻ ബി നോസ്റ്റോക്ക്, ഓപ്ഷൻ സി അസറ്റോബാക്ടർ, ഓപ്ഷൻ ഡി സ്യൂഡോമോണാസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സ്യൂഡോമോണാസ് ആണ്. നാലാമത്തെ ചോദ്യം, സൊളാനം ട്യൂബറോസം ഈസ് ദി സയൻറ്റിഫിക് നെയിം ഓഫ്. ഓപ്ഷൻ എ പൊട്ടറ്റോ, ഓപ്ഷൻ ബി മാംഗോ, ഓപ്ഷൻ സി കോക്കനട്ട്, ഓപ്ഷൻ ഡി പീ. സൊളാനം ട്യൂബറോസം ഏതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പൊട്ടറ്റോയുടെ സയൻറ്റിഫിക് നെയിം ആണ് എന്ത്? സൊളാനം ട്യൂബറോസം എന്ന്. സിനാപ്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പെയറിംഗ് ഓഫ്. സിനാപ്സിസ് എന്നത് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ അസെൻട്രിക് ക്രോമസോംസ്, ഓപ്ഷൻ ബി നോൺ ഹോമോളോഗസ് ക്രോമസോം, ഓപ്ഷൻ സി എനി ക്രോമസോംസ്, ഓപ്ഷൻ ഡി ഹോമോളോഗസ് ക്രോമസോംസ്. ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സിനാപ്സിസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏതിൻ്റെ പെയറിങ്ങിനെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഹോമോളോഗസ് ക്രോമസോം ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ മറൈൻ കാർട്ടിലേജിനസ് ഫിഷ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറന്റ് ഈസ്. ഓപ്ഷൻ എ പ്രിസ്റ്റിസ്, ഓപ്ഷൻ ബി ടോർപെഡോ, ഓപ്ഷൻ സി ട്രൈഗൺ, ഓപ്ഷൻ ഡി സ്കോളിയോഡൻ. ഒരു മറൈൻ കാർട്ടിലേജിനസ് ഫിഷിന് ഒരു ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഏത് ഫിഷാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രിസ്റ്റിസ് എന്ന ഫിഷിനാണോ, ഓപ്ഷൻ ബി ടോർപെഡോയ്ക്കാണോ, ഓപ്ഷൻ സി ട്രൈഗണിനാണോ, ഓപ്ഷൻ ഡി സ്കോളിയോഡനാണോ? ഈ 4 ഫിഷിൽ ഏതിനാണ് ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു മറൈൻ കാർട്ടിലേജിനസ് ഫിഷാണ്. അപ്പം ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ടോർപെഡോ. ടോർപെഡോ എന്ന മറൈൻ കാർട്ടിലേജിനസ് ഫിഷിനാണ് ഇലക്ട്രിക് കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഗാർഡ്സ് ദി ഓപ്പണിംഗ് ബിറ്റ്വീൻ ദി ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ടൊരു ഓപ്പണിംഗ് കാണപ്പെടുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന ഗാർഡ്സിൽ നിന്നും ഏതാണ് ഈ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലായിട്ടുള്ള ഓപ്പണിംഗ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ മിട്രൽ വാൽവ് ആണോ, ഓപ്ഷൻ ബി ഏട്രിയൽ സെപ്റ്റം, ഓപ്ഷൻ സി ട്രൈകസ്പിഡ് വാൽവ്, ഓപ്ഷൻ ഡി ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഇവയിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ മിട്രൽ വാൽവ് ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ആൻഡ് ഡാഷ് കോയിൻഡ് ദി ടേം മിയോസിസ്. മിയോസിസ് എന്ന ടേം കൊണ്ടുവന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വാൻ ബുരിൻ ആൻഡ് ഹെഡ്വിഗ്, ഓപ്ഷൻ ബി ബോവറി ആൻഡ് സ്റ്റൂക്ക,
ഓപ്ഷൻ സി വാലിയെ ആൻഡ് ഹോഫ് മീസ്റ്റർ. ഓപ്ഷൻ ഡി ഫാർമർ ആൻഡ് മൂറെ. ഇവയിൽ ആരൊക്കെയാണ് ടേം മിയോസിസ് കൊണ്ടുവന്നത്? വാൻ ബൂരിനാണോ ഹെഡ്വിഗ് ആണോ? ഓപ്ഷൻ ബി ബോവറി സ്റ്റൂക്കയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഓപ്ഷൻ സി വാലിയെ ആൻഡ് ഹോഫ് മീസ്റ്റർ എന്നിവരാണോ ടേം മിയോസിസ് കൊണ്ടുവന്നത്? അഥവാ ഓപ്ഷൻ ഡി ഫാർമർ ആൻഡ് മൂറെ ആണോ ടേം മിയോസിസ് കൊണ്ടുവന്നത്? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫാർമർ ആൻഡ് മൂറെ ഇവരാണ് ടേം മിയോസിസ് കോയിൻ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് KTH കാറ്റഗറി 3യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ, ടാറ്റ.